Hello, it's me Chinu on the same platform CPT, Word of Smart English. Alright, how are things with you, my dear viewers? Are you okay there? Are you safe? Stay safe, stay home, and stay healthy. Alright, in the last two videos, I have told you a new grammar topic. Hope you remember what was that? Yes, it is voice. What is the meaning of the word voice? Prayogam. Voice has been classified into two. Which are they? Active and passive voice. Alright. What is the format of active voice? Subject, verb, and object. And the format of passive voice? Object, verb, and subject. Alright. So in order to find out the subject, there is two question words like who and what to the verb. And for finding out object, here two question words like whom and what to the verb. Then we get the object. സബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് ഹൂ ഓർ വാട്ട് വെർബിനോട് ചോദിച്ചാൽ മതി. ആര്, ഏത്. ഈ ഹൂ എപ്പോഴും ലിവിങ് ഓർ പേഴ്സൺ ആയിരിക്കും. വാട്ട് എന്നുള്ളത് നോൺ ലിവിങ്. അതുപോലെ തന്നെ ഓബ്ജക്റ്റിനും ഹൂം ഓർ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ഓബ്ജക്റ്റ് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഹൂം ഓർ വാട്ട് വെർബിനോട് കൂടി ചോദിച്ചാൽ മതി. ഹൂം എന്ന് പറഞ്ഞാൽ ആരെ, വാട്ട് ഏത്. അപ്പോൾ ഹൂം എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് എസ്പെഷ്യലി പേഴ്സൺ. വാട്ട് ഹും എന്ന് പറയുന്നത് ലിവിങ് ഓർ പേഴ്സൺ. വാട്ട് എന്ന് പറയുന്നത് നോൺ ലിവിങ് ആയിരിക്കും. ഓൾ റൈറ്റ്. അപ്പോൾ പാസീവിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഹെൽപ്പിംഗ് വേർബ്സ് ഓർ ഓക്സിലറി വേർബ്സ് ആർ എസെൻഷ്യൽ. പിന്നെ ഫോം ഓഫ് വെർബ് എന്തുമായിരിക്കും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെൻസ്. ഈ ഹെൽപ്പിംഗ് വേർബ്സ് ഓർ ഓക്സിലറി വേർബ്സിന് ചേഞ്ചസ് ഉണ്ടാകും. ഇവിടെയും എന്താണ്? വേർബും സബ്ജക്റ്റും തമ്മിൽ എഗ്രി ചെയ്ത് പോകണം. മനസ്സിലാവുന്നുണ്ടോ? സബ്ജക്റ്റ് ആൻഡ് വെർബ് എവറി സെൻറ്റൻസിൽ എന്താണ് എഗ്രിമെൻറ്റ് നടന്നില്ലെങ്കിൽ അത് റോങ് ആണ്. അത് ഏറ്റവും വലിയൊരു റോങ് ആണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് വോയിസിലേക്ക് കിടക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. ഫസ്റ്റ് ഡിവിഷൻ തൊട്ട്, ടെൻസിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ തൊട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഫസ്റ്റ് ടെൻസ് ഏതാണ്? പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റിൻ്റെ ഫസ്റ്റ് ഡിവിഷൻ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. സബ്ജക്റ്റ്, നോ ഹെൽപ്പിംഗ് വേർബ്സ്, വെർബ് ഏത് ഫോമിലാണ്? ബേസ് ഓർ റൂട്ട് ഫോം. ദെൻ ഓബ്ജക്റ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ്. നമുക്ക് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒബ്ജക്റ്റോട് ചേർത്ത് നമുക്ക് എക്സാമ്പിൾ തരാം. കാരണം പാസീവ് കൺസ്ട്രക്ഷനിൽ ഏറ്റവും മെയിൻ എന്താണ്? ഓബ്ജക്റ്റാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് ഒരു എക്സാമ്പിൾ ഞാൻ തരാം. അമ്മു റൈറ്റ്സ് എ ലെറ്റർ. അമ്മു റൈറ്റ്സ് എ ലെറ്റർ. അപ്പം ഇത് ഏത് കൺസ്ട്രക്ഷനിലാണ്? ആക്റ്റീവ്. അപ്പോൾ ആ വെർബ് ഏതാണ്? ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഡൂയിങ് വേർഡ് ഓർ ആക്ഷൻ വേർഡ് ഓർ വി കോൾ വെർബ്. അവിടുത്തെ വെർബ് എന്താണ്? റൈറ്റ്സ്. ഇനി ഈ വെർബിനോട് കൂടി സബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് ഹൂവോ വാട്ടോ ചോദിക്കുക. അപ്പോൾ അത്യാവശ്യം നമുക്ക് കോമൺ സെൻസ് ഉണ്ടല്ലേ? ലോജിക്കൽ സെൻസിൽ നമുക്ക് അറിയാം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്നുള്ളത്. അപ്പോൾ ഹൂ ആണോ വാട്ടാണോ അപ്രോപ്രിയേറ്റ് വെർബിനോട് സബ്ജക്റ്റ് ചോദിക്കാനായിട്ട്? ഹൂ. അപ്പോൾ ഹൂ റൈറ്റ്സ് എ ലെറ്റർ? അമ്മു. സോ വാട്ട് ഈസ് എ സബ്ജക്റ്റ്? അമ്മു. അതുപോലെ ഓബ്ജക്റ്റ് കണ്ടെത്താനായിട്ട് അമ്മു റൈറ്റ്സ് വാട്ടാണോ ഹും ആണോ ആരെയാണോ എന്തിനെയാണോ? എന്ത് അല്ലേ? എന്ത്. അമ്മു റൈറ്റ്സ് എന്ത്? എ ലെറ്റർ. അപ്പോൾ എ ലെറ്റർ ഈസ് ദ ഓബ്ജക്റ്റ്. ഇനി കേട്ടോ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഫോർ എക്സാമ്പിൾ എ, ആൻഡ്, ദ അങ്ങനെ എന്തെങ്കിലും ഡിസ്ക്രൈബിങ് വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മാത്രമേ ഓബ്ജക്റ്റ് ആൻഡ് സബ്ജക്റ്റ് കണ്ടെത്താവുള്ളൂ. ഓക്കെ. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എന്തായിരുന്നു? അമ്മു റൈറ്റ്സ് എ ലെറ്റർ. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ്. അത് ഏത് കൺസ്ട്രക്ഷനിലാണ്? ആക്റ്റീവ്. അപ്പോൾ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഒക്കെ കണ്ടുപിടിച്ചല്ലോ. ഇനി ഇതിനെ ഒന്ന് പാസീവിലോട്ട് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ പാസീവിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തോ വേണം? ഓബ്ജക്റ്റ്. അപ്പോൾ ഇവിടുത്തെ ഓബ്ജക്റ്റ് എന്താണ്? എ ലെറ്റർ. ഇനി അടുത്ത എന്താണ്? ഹെൽപ്പിംഗ് വേർബ്സ് വേണം പാസീവ് കൺസ്ട്രക്ഷനിൽ. സിമ്പിൾ പ്രസൻറ്റിലെ ഹെൽപ്പിംഗ് വേർബ്സ് ഏതാണെന്ന് അറിയാമോ?
ആർ, ഈസ്, ആർ. ഏതൊക്കെയാണ്? ആർ, ഈസ്, ആർ. എ ലെറ്റർ സബ്ജക്റ്റിനോട് എഗ്രീ ചെയ്ത് പോകുന്ന ഓക്സിലറീസ് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ എ ലെറ്റർ വരുമ്പം എ ലെറ്റർ ആമാണോ, എ ലെറ്റർ ഈസ് ആണോ, എ ലെറ്റർ ആർ ആണോ? സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എ ലെറ്റർ, വൺ ലെറ്റർ, സിംഗുലർ. അപ്പോൾ സിംഗുലർ ആകുമ്പം സിംഗുലർ ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? ആമാണോ, ഈസ് ആണോ, ആർ ആണോ? ഈസ്. എ ലെറ്റർ ഈസ്. ഇനി ഏത് ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്യുന്നത്? പാസീവ് കൺസ്ട്രക്ഷൻ. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയണം ഏത് ഫോം ഓഫ് വെർബാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്. റൈറ്റ്സ് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ജെറൻഡ് ഫോം ഈസ് റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ ഏത് ഫോം ഓഫ് വെർബാണ് വേണ്ടത്? റിട്ടൺ. മനസ്സിലായോ? അപ്പം എ ലെറ്റർ ഈസ് റിട്ടൺ. ഇനി അടുത്തൊരു പോയിന്റ് ഞാൻ പറയാം. ഒരു പ്രിപ്പോസിഷൻ നമ്മളിവിടെ യൂസ് ചെയ്യണം. പ്രീപോസിഷൻ ഞാൻ പ്രീവിയസ് പാർട്സ് ഓഫ് സ്പീച്ച് പഠിപ്പിച്ചപ്പോൾ എന്താണ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീപൊസിഷൻ സ്ഥാനമാണ്. പൊസിഷൻ അല്ലേ? കുറച്ച് വേർഡുകളുടെ സ്ഥാനം എന്തിൻ്റെയോ മുമ്പിലാണ്. എന്തിൻ്റെ മുമ്പിലാണ്? നൗൺ അല്ലെങ്കിൽ പ്രോനൗണിൻ്റെ ഫ്രണ്ട്. ഒരു സെൻറ്റൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൗൺ ഓർ പ്രോനൗണിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുക, ഇൻസേർട്ട് ചെയ്യുന്ന വേർഡ്സിനെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് പ്രീപൊസിഷൻ. പ്രീ എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ബിഫോർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആരാൽ എഴുതപ്പെടുന്നു ലെറ്റർ? അമ്വാൽ. അമ്വാൽ എന്ന് പറയുമ്പോൾ പാസീവ് കൺസ്ട്രക്ഷനിൽ ഒരു പ്രിപ്പോസിഷൻ ഉണ്ട്. അതായത് സബ്ജക്റ്റിന് മുമ്പ് ആ പ്രിപ്പോസിഷനാണ് ബൈ. ബി വൈ. അപ്പോൾ എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ആരാണ്? അമ്മു. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് പാസീവ് കൺസ്ട്രക്ഷൻ. ബോത്ത് രണ്ട് സെൻറ്റൻസും സെയിം ആണ്. അമ്മു റൈറ്റ്സ് എ ലെറ്ററും എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ അമ്മു. രണ്ടും സെയിം ആണ്. ടു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞു തന്നത്? ഓക്കെ. അമ്മു ഒരു ലെറ്റർ എഴുതുന്നു. ഇനി കേട്ടോ, എഴുതുന്നു. അമ്മുവാൽ ഒരു ലെറ്റർ എഴുതപ്പെടുന്നു. മനസ്സിലായോ? ഓൾ റൈറ്റ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഡിവിഷനുമായിട്ട് ഞാൻ വരും. സോ catch me later. So till then, it's me Chinu signing off. Bye bye.